ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന സമയം നമ്മുടെ പേളി മണീൻ്റെ യൂട്യൂബ് ചാനലിൽ ടൊമാറ്റോ റൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഭയങ്കര മഴയാണ് പുറത്ത്, കുക്ക് ചെയ്യാനൊക്കെ മടി പിടിച്ചിങ്ങനെ ഇരിക്കുവാണ്. സോ നമുക്ക് എന്തുകൊണ്ട് ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി നോക്കിക്കൂടാന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. സോ നമുക്ക് കുക്ക് ചെയ്ത് നോക്കിയിട്ട് ഔട്ട്കമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത്, ഒരു മീഡിയം സൈസ് സവാള വേണം, മല്ലിയില വേണം, ഇതായി കാണിച്ചിരിക്കുന്ന അത്ര അളവിൽ വെളുത്തുള്ളി വേണം, പുതിനയില വേണം, പിന്നെ കാഷ്യൂനട്ട്സ് വേണം, ഹോൾ സ്പൈസസ് വേണം, റെഡ് ചില്ലി വേണം, കൊറിയാണ്ടർ പൗഡർ വേണം. ഇനി ഞാനിതിൽ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സോയാബീൻ വേണം, ആൻഡ് ബസ്മതി റൈസിലോ അല്ലെങ്കിൽ ജീരകശാല റൈസിലോ ഏതിലോ വേണോ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ജീരകശാല അരിയാണ്. സോ നമ്മൾ അതിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് എടുക്കുവാണെങ്കിൽ 6 ഗ്ലാസ് വെള്ളം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. 1:2 റേഷ്യോയിലാണ് നമ്മൾ എടുക്കുന്നത്. കുക്കർ വെച്ചു, അതിലോട്ട് നെയ്യ് ഒഴിച്ചു. നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്താണ് ഞങ്ങൾ ചേർക്കുന്നത്. അടുത്ത എണ്ണ ഒഴിച്ചു, സൺഫ്ലവർ ഓയിലാണ്. സ്പൈസസ് ഇട്ടു. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്തേക്കും ക്യാമറ ആംഗിളൊക്കെ കുറച്ച് പ്രശ്നമാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ സവാള ആഡ് ചെയ്തു. പുതിനയിലയും ആഡ് ചെയ്തു, വെളുത്തുള്ളിയും ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് വശക്കുന്ന വരെ ഇനി നമ്മൾ കുക്ക് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് വശങ്ങാനായിട്ട് എല്ലാവർക്കും അറിയുന്ന ടിപ്പാണ്. കുറച്ചുകൂടി സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ടൊമാറ്റോ പ്യൂരിയാണ്. നമ്മൾ 2 അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി, പുളി നോക്കിയിട്ടാണ് തക്കാളി നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. പുളി ഉള്ളതാണ്. 2 എണ്ണം വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കി. ഇനി നമ്മൾ നമ്മുടെ പൊടിയായ മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂണും മല്ലിപ്പൊടി 1/2 ടീസ്പൂണേ ഉള്ളൂ. പിന്നെ അതൊക്കെ നമ്മുടെ എരിവിനും ടേസ്റ്റിനനുസരിച്ച് ഇടാം. ഇത് നമ്മൾ സോയാബീനാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് വച്ചിരിക്കുന്നതാണ്. നമുക്കിതിൽ സോയാബീൻ ഇടാം, ഗ്രീൻ പീസ് ഇടാം. അപ്പോൾ നമ്മളിവിടെ ഗ്രീൻ പീസ് അവൈലബിൾ അല്ല, സോയാബീനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളെടുത്ത 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അരി കഴുകി കുതിർത്ത് വെച്ചായിരുന്നു, അതും നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുവാണ്. ആൻഡ് ഈ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചതിന് ശേഷം എണ്ണ തെളിയുന്ന വരെ നമ്മൾ ടൊമാറ്റോ പ്യൂരിയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കണം. അതിന് ശേഷമാണ് നമ്മൾ അരിയും സോയാബീനും ഇതിലേക്ക് ഇടുന്നത്. സോ നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത്. ചൂടുവെള്ളം തന്നെ നമ്മൾ ഒഴിക്കണം. ആൻഡ് നമ്മൾ ഈ സമയം കുറച്ച് സോൾട്ടിൻ്റെ ടേസ്റ്റൊക്കെ എത്ര വേണം നോക്കിയിട്ട് സോൾട്ട് ഇടുക. പിന്നെ തക്കാളി യൂസ് ചെയ്യുന്ന കാരണം ഒരു പിഞ്ച് ഷുഗർ യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇതായിട്ട് വരുന്ന അണ്ടിപ്പരിപ്പും മല്ലിയിലയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ക്യാമറ കുറച്ച് ആംഗിളൊക്കെ മാറി വരുന്നുണ്ട്, സോറി. ആൻഡ് കുക്കർ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ അകത്ത് ആവി പ്രഷറായോ നോക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. വിസിൽ വരണം എന്നുള്ള നിർബന്ധമില്ല. കറക്റ്റ് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്സ് വെച്ചിട്ട് 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഫുൾ ഗ്യാസും പോയതിന് ശേഷം, ഫുൾ പ്രഷറും പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മൾ പെർഫെക്റ്റായിട്ട് ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചൂടോടെ തന്നെ ഇളക്കാൻ പാടില്ല. ഇതേപോലെ ഒരു വലിയ ബേസിനിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം കറക്കി വേണം ഇളക്കാനായിട്ട്. എങ്കിലേ അത് നമ്മുടെ റൈസ് ഉടയാണ്ടിരിക്കത്തുള്ളൂ. സോ നമ്മുടെ ഈസി ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ഒരാൾക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഒന്നുകൂടെ കഴിച്ചോ?
ഇഷ്ടപ്പെട്ടോ? യെസ്. യെസ്.